ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും. ജാസ്മിൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇന്ന് ചെയ്യുന്നത് റംദാൻ 1 സ്പെഷ്യലാണ് ഞാൻ ചെയ്യുന്നത്. സ്പെഷ്യലായിട്ടൊന്നുമില്ല, ഇങ്ങനെ ചെയ്യുന്നത്. രാവിലെ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ എല്ലാം വൈകുന്നേരം എടുക്കാറുണ്ട്, അങ്ങനെ എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കേണ്ട ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. ഉള്ളിയും തക്കാളിയെല്ലാം മുറിച്ച് അങ്ങനെ കടായി തീമ വെച്ചു കായുമ്പം അതിലേക്ക് ലേശം ഫാം ഓയിൽ എടുക്കുക. ഞാൻ ഫാം ഓയിലാണ് കേട്ടോ ഉപയോഗിക്കൽ. വെളിച്ചെണ്ണ തലയിൽ മാത്രം ഇതാക്കാൻ എടുക്കലും, ഇല്ലാതെ മത്തി പൊരിക്കാനെല്ലാം വെളിച്ചെണ്ണ എടുക്കും കേട്ടോ, മത്തിൻ്റെ സ്മെല്ലെല്ലാം പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ കടായി ലേശം കാഞ്ഞി പിന്നെ വെളിച്ചെണ്ണ ഫാം ഓയിലേക്ക് അതിലേക്ക് ഉള്ളി ഇടാം. ഉള്ളി നല്ലോണം വയറ്റി എടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി. എന്താ വെച്ചാൽ ഞാൻ ചിക്കൻ പുരട്ടിയിട്ട് വെക്കലുണ്ട്, നേരത്തെ പുരട്ടി വെക്കലുണ്ട്. അതിൽ ഉപ്പും മുളകെല്ലാം പിടിക്കാൻ നേരത്തെ 1 മണിക്കൂർ മുന്നേ പുരട്ടിയിട്ട് വെക്കലുണ്ട്, മുളക് കുരുമുളകെല്ലാം ഇട്ടിട്ട്. അപ്പം അതിൽ ചേർത്ത് തന്നെ, അതുകൊണ്ട് ഉപ്പ് കുറച്ച് ഹേഡാക്കിയെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉള്ളിയെല്ലാം പൊരിഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഉള്ളി പെട്ടെന്ന് പൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഉള്ളി ഇങ്ങനെ ചവർക്കുന്നത് പോലെ ആകുമ്പോൾ മക്കൾക്ക് തിന്നാനും പറ്റൂല, അങ്ങനത്തെ അവസ്ഥയാവും എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഉള്ളി അത് പെട്ടെന്ന് ഉപ്പ് കിട്ടി പിന്നെ വയറ്റി വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഉപ്പും ചേർത്തു. അതിലേക്ക് തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ചതച്ചതല്ല കേട്ടോ, ഞാൻ മുറിച്ചിട്ടതാണ് കേട്ടോ, എല്ലാം ചെറുങ്ങനെ മുറിച്ചിട്ടതാണ്. അതിലേക്ക് അത് ഇട്ട് തക്കാളിയെല്ലാം വയറ്റി. പിന്നെ തക്കാളി നല്ലോണം ഉടഞ്ഞ് കിട്ടണം കേട്ടോ. ഉടഞ്ഞ് കിട്ടിയാൽ മാത്രമേ നമുക്ക് നല്ലൊരു ഇത് വരും കേട്ടോ. അങ്ങനെ അതെല്ലാം ചേർത്തിട്ട് അതിലേക്ക് നേരെ എന്താക്കാന്ന് വെച്ചാൽ ചിക്കൻ അതിൻ്റെ തന്നെ ഉപ്പുമുളക് തേച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായത് ഉപ്പ്, കുരുമുളക്, പിന്നെ മുളക് പൊടി ഇതെല്ലാം ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം യോജിച്ചിട്ട് ഇതിൽ കൈയോട് തിരുമ്പി എടുത്തതാണ്. അപ്പുറം തന്നെ പിന്നെ പൊരിക്കാനും എടുക്കുന്നുണ്ട് കേട്ടോ. 4 മണിക്കാണ് നല്ല പണി തുടങ്ങി. 4 മണിക്ക് തുടങ്ങിയാൽ 6 മണിയാകുമ്പോൾ എല്ലാം പണി തീരും. എനിക്ക് പെട്ടെന്ന് തുടങ്ങിയെങ്കിൽ പെട്ടെന്ന് ആവുന്ന ആ വിധത്തിലാണ്. അങ്ങനെ പൊരിക്കാൻ ഒരു ഭാഗത്ത് വെച്ചു, കറി വെക്കാൻ ഇപ്പുറം വെച്ചിട്ടുണ്ട്. അങ്ങനെ കറി ആവുന്നുണ്ട്. കറിക്കില്ല ഇതെല്ലാം പാകാക്കുന്നുണ്ട്. ബാക്കി ചിക്കൻ ഇതിലിട്ടാൽ മതിയല്ലോ. അങ്ങനെ 5 കഷ്ണമാണ് ചിക്കൻ പൊരിക്കാൻ ഇടുന്നത്. 4 കഷ്ണം രാത്രിയിലേക്കും 1 കഷ്ണം എനിക്ക് കഞ്ഞിയിലേക്കും ഉണ്ട്. അത്താഴത്തിന് ഇന്ന് രാത്രി ഞാൻ കഞ്ഞി എടുക്കാമെന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ ഭയങ്കര ദാഹമല്ല, ചൂടായതുകൊണ്ട് അങ്ങനെ കേട്ടോ. അങ്ങനെ ചിക്കനോട്ട് വയറ്റിയെടുക്കുക. അതിലേക്ക് ഞാൻ ചെറുങ്ങനെ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. ഉള്ളിയിൽ തന്നെ നല്ല വെള്ളം വരുന്നുണ്ട്. ചെറുങ്ങനെ ലേശം മാത്രമേ ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല. ചിക്കൻ വേകേണ്ട വിധത്തിൽ മാത്രമേ എടുക്കുന്നില്ല കേട്ടോ. ഞാൻ അങ്ങനെ വെള്ളം ലേശം ഒഴിക്കുന്നത്. അത് തന്നെ തിളച്ച് വരുമ്പോൾ കുറച്ച് ഇതാവുണ്ട്, അത്രയും എടുക്കുന്നില്ല. ചിക്കൻ തിളച്ച് വരുമ്പോൾ ശരിയാവും കേട്ടോ. അങ്ങനെ കറിയെല്ലാം പാകാക്കാൻ വെച്ചിട്ടുണ്ട്. മൂടൊന്ന് നോക്കുമ്പോൾ പാളിപ്പോയിട്ടാ. മൂട് അതിലേക്ക് വീണു. മൂടൊന്നെല്ലാം എടുത്ത് വെക്കണം. അത്ര കൊണ്ടുവന്ന് ശരിയാക്കിയിട്ട് ഇനി എടുത്തത് വേണ്ടത് കറി ആയി. അതിന് പിന്നെ എടുക്കുന്നത് ഞാൻ പത്തില് വാട്ടുന്നത് കേട്ടോ. പത്തിലെ പൊടി തിളക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കുക. വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ പൊടി ഇട്ടിട്ട് വയറ്റി എടുക്കുന്നതാണ് ഞാൻ. അങ്ങനെ ആകുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട് നമുക്ക്. അങ്ങനെയാണ് കേട്ടോ. ഞാൻ പൊടി വെള്ളം തിളക്കുന്നുണ്ട്. വെള്ളം തിളക്കുമ്പോൾ അതിലേക്ക് പൊടി ആക്കി കൊടുത്ത് 3 ഗ്ലാസ് വെള്ളത്തിന് 1.5 ഗ്ലാസ് പൊടിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. 1.5 ഗ്ലാസ് പൊടിയാണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെ തീമം തന്നെ നല്ലോണം ഇതാക്കിയിട്ട് അത് നല്ലോണം കൈയോട് നേരടി എടുക്കുക കേട്ടോ. നേരടി എടുത്താൽ മാത്രമേ നമുക്ക് ശരിയാക്കി കിട്ടും. പിന്നെ അടുത്തത് വേണ്ടത് അത് അട മാറ്റി വെച്ചു. ഇനി നമുക്ക് പഴം പൊരിക്കണം. അതിനായി പ്രൈമ്പാൾ തീമ വെച്ചു. എണ്ണ കാഞ്ഞി പിന്നെ പഴോല നേരത്തെ മുറിച്ച് വെച്ചു. ഞാൻ മാവ് കുഴച്ചിട്ടും വെച്ചു. മാവ് കുഴക്കുമ്പോൾ എടുത്തതെന്ന് വെച്ചാൽ ഒരു മുട്ടയും കുറച്ച് മാവ്, കുറച്ച് കളറ്, പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ ലേശം ഉപ്പ് എന്തിനാ വെച്ചാൽ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ പഴവും പൊരിക്കുന്നുണ്ട്. എല്ലാം ചടപടി ആക്കി പെട്ടെന്ന് ആകുമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ആക്കിയത്. അങ്ങനെ പഴം പൊരിച്ച് മൊരിഞ്ഞ് കിട്ടുന്നുണ്ട്. നല്ല പൊത്ത പഴമാണ് കേട്ടോ. പഴം പൊരിച്ച് കഴിഞ്ഞിട്ട് വേണം പത്തിൽ ഉണ്ടാക്കാൻ. അപ്പോൾ പത്തിലുണ്ടാവും. പഴം പൊരിച്ചിട്ട് ലാസ്റ്റിലായി അങ്ങനെ പത്തിൽ ചുടാൻ വേണ്ടിയിട്ട് എടുക്കുക കേട്ടോ. പത്തിലെന്ന് വെച്ചാൽ ചൂടോടെ ഇതാകുമ്പോൾ പൊടി എനിക്ക് ലെവൽ കിട്ടൽ കുറവാണ്. എന്താ വെച്ചാൽ എനിക്ക് അരച്ചിട്ട് തന്നെ ശരിയാവില്ല. പക്ഷേ നോമ്പിനൊന്നും ആവില്ല പരക്കാൻ. അങ്ങനെയാണ് ഞാൻ പൊടിച്ചത് കേട്ടോ. അങ്ങനെ മട്ടച്ചാലെങ്കിൽ എനിക്ക് കൈയോടെല്ലാം വാട്ടി നല്ല രസത്തിൽ തന്നെ ആവും. ഇതാവുന്നില്ല. അങ്ങനെല്ലാം ആക്കിയിട്ട് എടുത്തു കൂട്ടാം. പിന്നെ അടുത്തത് വത്തക്ക വെള്ളമാക്കണം. അതിനായി ഞാൻ മഞ്ഞ വത്തക്കയാണ് കേട്ടോ ഇന്നലെ വാങ്ങിയത്. 1 കൊട്ട പാലിൽ വെള്ളം കൂട്ടുന്നില്ല. ആ പൊടിയാണ് കസ്കസ് വെച്ചിട്ട് എൻ്റെ മോളയും വന്ന് പൊട്ടിപ്പോയതാണ് കേട്ടോ. അത് ആവശ്യത്തിന് പഞ്ചസാര ഇടണം. അപ്പം ആദ്യം വത്തക്ക ചെറുങ്ങനെ പീസാക്കി പിന്നെ നമുക്ക് പഞ്ചസാര ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. വത്തക്ക വെള്ളമാണ് ഇന്നാക്കുന്നത്. വത്തക്ക വെള്ളവും പിന്നെ സർവത്തങ്കായി വെള്ളമാണ് ആക്കുന്നത് കേട്ടോ. ഫാഷൻ ഫുഡിൻ്റെ അതിൻ്റെ എസൻസ് വാങ്ങിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം വത്തക്കാലം മുറിച്ചിടുകയും വെള്ളം ആക്കണ്ടേ. അപ്പം അങ്ങനെയാണ് കേട്ടോ. അതിനിടെ മക്കൾ കാവൽ വെക്കുന്നുണ്ട് കേട്ടോ സൈഡിൽ. എനിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മൂത്തവൾക്ക് നോമ്പുണ്ട്, മറ്റവർക്ക് ഉണ്ടാക്കും ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ എല്ലാം മുറിച്ച് ഇതാക്കിന്ന് ചെറിയ പീസാക്കിയിട്ട് എടുത്തു. അത് ആടിയുടെ ചുറ്റുമ്പോൾ ഒരു തന്നെ, പക്ഷെ മഞ്ഞക്ക് ഒരു കളറില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ലുക്ക്
യെല്ലോ ലിക്വിഡ് ഉണ്ടായിരുന്നു അത് ചെറുങ്ങനെ ഒട്ടിച്ച് കൊടുത്തു കേട്ടോ. ഞാൻ കുംസിനെല്ലാം ചേർക്കുമ്പോൾ ബിരിയാണിയിലെല്ലാം ചേർക്കുമ്പോൾ ഞാൻ അതാണ് ഇടൽ. അത് ചെറുങ്ങനെ ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. പക്ഷെ നല്ല കളർ വരാൻ വേണ്ടിയിട്ട് മഞ്ഞ കളർ വരണ്ടേ, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ അത് ഇട്ടുവിടാന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഇട്ടില്ല. അങ്ങനെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ടു. അങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ കളർ വരുന്നില്ല. അങ്ങനെയാണ് യെല്ലോ കളർ ഞാൻ ചേർത്ത് കേട്ടോ. ബിരിയാണിയിലെല്ലാം ഇടുന്ന യെല്ലോ കളറില്ലേ, അതാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ചെറുങ്ങനെ ലേശമായിട്ട് ഇട്ടുണ്ട് കളറിന് മാത്രം. അങ്ങനെ കലക്കിയിട്ട് അത് ഒരു ജഗ്ഗിലേക്ക് മാറ്റി വെച്ചു. പിന്നെ ആക്കുന്നത് ഞാൻ വത്തക്ക പീസാക്കിയിട്ട് ഒരു പാത്രത്തിലിടുന്നത് കേട്ടോ. ജഗ്ഗിലാക്കി പിന്നെ എടുത്തത് വത്തക്ക പീസാക്കിയിട്ട് എടുക്കുന്നതാണ്. അപ്പം ഇത് ജഗ്ഗിലേക്ക് മാറ്റി അതിന് പീസാക്കുമ്പോൾ മക്കൾ രണ്ടാളും അപ്പുറം കാവൽ വന്നിട്ട് അവർക്ക് രണ്ടാൾക്കും കൊടുത്തു കേട്ടോ. 4 പീസാക്കിയിട്ട് അങ്ങനെ ആക്കിയിട്ട് 2 കൊടുത്തു. ബാക്കിയെല്ലാം പീസാക്കിയിട്ട് എടുത്തു കേട്ടോ. അത് കൊടുത്തു. പിന്നെ പച്ച മുന്തിരി അങ്ങനെ കേട്ടോ. ഞാൻ കുറച്ച് അത് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് വത്തക്ക ചുവപ്പ് കളർ വാങ്ങാനും അത് വലിയ ഈ വത്തക്ക പോലെ മറ്റേ വത്തക്കയാണ്. അപ്പോൾ ഫ്രിഡ്ജില്ലാത്തതുകൊണ്ട് അങ്ങനെ കേടായിപ്പോവും. അതുകൊണ്ട് അത് നോക്കിയിട്ട് എടുത്ത് കേട്ടോ. ഫ്രിഡ്ജ് നമുക്ക് ഇൻഷാല്ലാ ഒരാഴ്ചയുള്ളിൽ ശരിയാവുമെന്നാണ് പറഞ്ഞത്. ഇല്ലെങ്കിൽ ഒന്ന് പുതിയ വാങ്ങാറിട്ട് നിൽക്കുമ്പോൾ. അപ്പം അതുകൊണ്ടാണ് വത്തക്ക ചെറുത് വാങ്ങിയത് കേട്ടോ. ഒന്നും ഞാൻ അധികം ആക്കി കളയാനില്ല. ഇപ്പം എന്താ വെച്ചാൽ ഫ്രിഡ്ജില്ലാത്തതുകൊണ്ട് ഒന്നും ഫ്രിഡ്ജിൽ കയറ്റുന്നത് പോലെ ആക്കാൻ ഇല്ലോ അങ്ങനെ കേട്ടോ. എല്ലാം പീസാക്കിയിട്ട് പാത്രത്തിലിട്ടിട്ട് ഞാൻ എന്താക്കി കഴിഞ്ഞ് പിന്നെ പച്ച മുന്തിരി വെള്ളത്തിലിട്ടിട്ട് കഴുകിയിട്ട് എടുത്തിട്ടാ. തോലെല്ലാം ഒരു പാത്രത്തിലിട്ട് വെച്ചത് എന്താ വെച്ചാൽ നാളെ വേസ്റ്റ് എടുക്കാൻ വരും. അപ്പോൾ അവരപ്പുറം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ മറ്റേയിലിട്ടെങ്കിൽ ഫുള്ളാവൂലേ വത്തക്ക വെള്ളം കേട്ടോ. അങ്ങനെ പിന്നെ പച്ച മുന്തിരി നല്ലോണം കഴുകിയിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ട് മക്കൾക്ക് ആദ്യം കൊടുത്തു. എന്നിട്ട് അതിലേക്ക് എന്താക്കിയെന്ന് വെച്ചാൽ അതും പാത്രത്തിലിട്ട്. പിന്നെ ഈത്തപ്പഴം പാക്കറ്റാന്ന് കേട്ടോ ഞാൻ വാങ്ങിയത്. നിങ്ങുന്ന ഈത്തപ്പഴം പാക്കറ്റാണ് വാങ്ങിയത്. അതിന് ഈത്തപ്പഴത്തിനെല്ലാം നല്ല വിലയുണ്ട് ഇപ്പം, അല്ലെങ്കിൽ വിലയൊന്നും ഉണ്ടാവില്ല. ഇപ്പം നല്ല വിലയുണ്ട്. ഞാൻ നിങ്ങുന്നത് നോക്കിയിട്ട് തന്നെ എടുത്തേട്ടെ. പാക്കറ്റ് 75 അങ്ങനത്തെ എന്തോ വിധത്തിലാണ് വരുന്നത്. അങ്ങനെ ഈത്തപ്പഴത്തിൻ്റെ കവറും പൊട്ടിച്ച് ഈത്തപ്പഴം സൈഡിൽ വെച്ചു. അങ്ങനെ ആദ്യം പൊളിക്കുമ്പോൾ എന്തായാലും 2 മക്കൾക്ക് എന്തായാലും വേണമെന്ന് പറഞ്ഞാൽ മുന്തിരിങ്ങ കൊടുത്തു കേട്ടോ ഞാനദ്യം. പിന്നെ മക്കൾക്ക് വിഷക്കൂലേന്ന് വെച്ചിട്ട് കൊടുത്തു. പിന്നെ പാൽ ചായ ആക്കിയിട്ടില്ല. പാലിന് ഞാൻ പാത്രമെല്ലാം കഴുകിയിട്ട് ചായക്കുള്ള വെള്ളവും പാലും എല്ലാം തിളപ്പിക്കാമെന്ന് വിചാരിച്ചു. സമയമാകുമ്പം ചൂടോടെ കുടിക്കാനും. ചായ വെച്ചിട്ട് ചൂടാക്കുന്നത് ഞാൻ കുടിക്കില്ല കേട്ടോ. അതിൻ്റെ സ്മെല്ല് വേറെ തന്നെ വരലാണ്. ആ സ്മെല്ല് എനിക്ക് പിടിക്കൂല ചായ വെച്ചത് ചൂടാക്കുന്നത്. പാല് തിളപ്പിച്ചിട്ട് വേറെ ചായ വെക്കുന്നത് ഇഷ്ടമാണ് എനിക്ക്. പക്ഷെ ചായ വെച്ചത് ചൂടാക്കുന്നത് എനിക്ക് അതിൻ്റെ മണം ഇഷ്ടപ്പെടില്ല. എന്തോ ഒരു മണമാണ് കുടിക്കാൻ. അതുകൊണ്ട് ഞാൻ പാല് തിളപ്പിച്ചിട്ടെല്ലാം വെക്കാമെന്ന് വിചാരിച്ചു. പാത്രം കഴുകിയിട്ട്. ഒരുപാട് പാത്രങ്ങളുണ്ട്. ഇതെല്ലാം പണിയെല്ലാം എടുത്ത് ഇതല്ലേ ലാസ്റ്റിൽ കട്ടതായില്ലേ. അപ്പം അതെല്ലാം പാത്രമെല്ലാം കഴുകി കഴിഞ്ഞിട്ട് വേണം പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പാല് തിളപ്പിക്കാൻ വെക്കാൻ നിന്ന് കേട്ടോ. പാത്രമെല്ലാം കഴുകിയിട്ട് മിനുക്കിയിട്ട് വെക്കുന്നുണ്ട്. നോമ്പ് തുറന്നാലും ഒരുപാട് പാത്രം ഉണ്ടാവും. അത് നോമ്പ് തുറന്നിട്ട് വയ്യ കഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെയാണ്. അപ്പം പാത്രങ്ങൾ കഴുകി ഒരുവിധമായി. മക്കളൊരു ഭാഗത്തുനിന്ന് പ്രാന്താക്കുന്നുണ്ട്. പിന്നെ പാലിൻ്റെ കൊട്ടാട് ഇറുക്കി വെച്ച് ഞാൻ പാലിപ്പോൾ പൊട്ടിച്ചതിൻ്റെ കേട്ടോ. അത് കഴുകിയിട്ടാണ് ഇറുക്കി വെച്ചതാണ്. എന്നെ ഇല്ലതും അങ്ങനെ കഴുകിയിട്ടാണ് വെക്കും. അത് ഉണങ്ങുമ്പോൾ കവറിലിടലാന്ന് ഞാൻ. അങ്ങനെ പാത്രങ്ങൾ കഴുകിയിട്ട് വെക്കുന്നതാണ് കേട്ടോ. അങ്ങനെ വൈപ്പറോട് വെള്ളമെല്ലാം ഒപ്പിയെടുത്തു ഇതാക്കിയിട്ട് മിനുക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട്. എന്നാലും കുറച്ച് കഴിയുമ്പോൾ അതേപോലെ പാത്രങ്ങൾ ഉണ്ടാവും. അത് വേറെ കാര്യം. എന്നാലും കഴുകി എടുക്കുന്നത് വലിയൊരു ഇതല്ലേ. അങ്ങനെ ഞാൻ കഴുകിയിട്ട് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്ന്